ഇല്ലപ്പാ, യു ആർ ഇൻ ഡേഞ്ചർ. ഇളയ ദളപതി വിജയുടെ പടമിറങ്ങിയാൽ അത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ ആഘോഷമാണ്. ദി ഗോട്ട് സിനിമ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഇതേ ആവേശം ഓരോ പ്രേക്ഷകനിലും കാണാമായിരുന്നു. സിനിമയുടെ ആദ്യ പകുതി തന്നെ കുടുംബ പ്രേക്ഷകർക്കുള്ളതാണ്. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா ദി ഗോട്ട് പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന ഒന്നായിരുന്നു വിജയുടെ ഡി ഏജിംഗ് ലുക്ക്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ വന്നതും ഈ ലുക്കിനായിരുന്നു. എന്നാൽ സിനിമ മൊത്തത്തിൽ കണ്ടിരിക്കുമ്പോൾ ഡി ഏജിംഗ് ലുക്ക് അത്ര ബോറായി തോന്നിയില്ലെന്നാണ് സിനിമ കണ്ടവർ പറയുന്നത്. ചില സീനുകളിലൊക്കെ ഡി ഏജിംഗ് ലുക്ക് നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അച്ഛൻ വിജയും മകൻ വിജയും ഒന്നിച്ചു വരുന്ന സീനുകളുടെ മേക്കിങ്ങും നന്നായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഒരു വശത്ത് മിതമായ അഭിനയം കാഴ്ചവെക്കുമ്പോൾ മറുവശത്ത് 20-കാരനായി വിജയ് അഴിഞ്ഞാടുകയാണ്. ക്ലൈമാക്സിന് മുമ്പ് സസ്പെൻസുമായി എത്തിയ അതിഥി താരങ്ങളാണ് ചിത്രത്തിന്റെ ബോണസ് പോയിന്റ്. AI ഉപയോഗിച്ച് വിജയകാന്തിനെ പുനഃസൃഷ്ടിക്കാനുള്ള വെങ്കട് പ്രഭുവിന്റെ ശ്രമം ഒരു പരിധിവരെ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. AI കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ദളപതിയുടെ കൗമാരകാലം വരെ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. വിജയുടെ പല പ്രായത്തിലുള്ള രൂപം കൊണ്ടുവരാൻ വെങ്കട് പ്രഭു ഡി ഏജിംഗിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടുമുണ്ട്. സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ബുക്കിംഗിലൂടെ ലോകം മുഴുവൻ കാര്യമായ രീതിയിൽ കളക്ഷനും നേടിയിരുന്നു. അത്യാവശ്യം മോശമല്ലാത്ത ഒരു ശരാശരി കഥയുണ്ടെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ മെഗാ ഹിറ്റ് നൽകുമെന്ന് ഉറപ്പുള്ള സൂപ്പർ താരമായതിനാൽ വരും ദിവസങ്ങളിൽ 100 കോടി 200 കോടി ക്ലബ്ബുകളുടെ പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്.